എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വെണ്ടക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനും ദോശക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ആദ്യം കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കുറച്ച് വലുതായി അരിഞ്ഞ വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 300 ഗ്രാം വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കോരി മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മസാലയെല്ലാം ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് എടുത്തു വെച്ച വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയും വെണ്ടക്കയും നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം 2 മിനിറ്റ് മൂടി വെക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെണ്ടക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കാം.
ടേസ്റ്റി വെണ്ടക്ക മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സൈഡ് ഡിഷാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.